അപ്പൊ എല്ലാരും വെക്കേഷന് ബുക്കൊന്നും തുറന്ന് നോക്കാതെ ഇന്ന് മാത്സിന്റെ ക്ലാസ്സിന് വരുമ്പോ മാത്രം അന്ന് പൂട്ടി വെച്ച മാത്സിന്റെ ടെക്സ്റ്റ് നോട്ടും എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? എന്നിട്ട് മിസ് എവിടെയാ പഠിപ്പിച്ച് നിർത്തിയെന്ന് ചോദിക്കുമ്പോ അടിച്ചു മറിച്ചു നോക്കുന്നുണ്ട് എവിടെയാ നിർത്തിയെന്ന്. ഓർമ്മയില്ല അല്ലേ? നല്ല കുട്ടികളെല്ലാരും ഇങ്ങനെ തന്നെ വേണം കേട്ടോ എപ്പോഴും. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? മിസ് പറഞ്ഞുതരാം. 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ പറഞ്ഞിട്ടാ നിർത്തിയേ. അതില് പേജ് നമ്പർ 90-ലെ എക്സസൈസ് 2.4 നമ്മൾ ചെയ്തു. എല്ലാ പ്രോബ്ലവും അതിലെ എല്ലാ അഡീഷനും നമ്മൾ ചെയ്തു. 12 എണ്ണം ചെയ്തില്ലേ? ചെയ്തില്ല? യെസ്, അതെല്ലാം ചെയ്തതാ. 12 എണ്ണവും ചെയ്തതാ. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് അതിന്റെ തൊട്ട് താഴെ എക്സസൈസ് 2.5. 2.5-ലെ വേർഡ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേർഡ് പ്രോബ്ലംസ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? അറിയോ എന്താ വേർഡ് പ്രോബ്ലംസ്? അറിയില്ല. ഇപ്പൊ നിങ്ങള് ഈ ചാപ്റ്റർ അഡീഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിച്ചു ഇല്ലേ? 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കൂളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. 2 ഡിജിറ്റ് നമ്പറും പറ്റും, 3 ഡിജിറ്റ് നമ്പറും പറ്റും. ബട്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് ഇങ്ങനെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ടാണോ ക്വസ്റ്റ്യൻ വരുന്നേ? നിങ്ങളുടെ എക്സാമിന് ആഡ് ദീസ് നമ്പേഴ്സ് പറഞ്ഞിട്ടാണോ ക്വസ്റ്റ്യൻ വരുന്നേ? അല്ല. നമ്മൾ പഠിച്ച എന്തിനാ? ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് 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 കുറെ നമ്പേഴ്സ് ആഡ് ചെയ്ത് പഠിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയോ? വേർഡ് പ്രോബ്ലംസ് ആയിട്ടാ ക്വസ്റ്റ്യൻ വരാം. അതായത് ഫോർ എക്സാമ്പിൾ മിസ് മലയാളത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ 2ാം ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിൽ 10 ബോയ്സും 10 ഗേൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇങ്ങനെയാണ് വേർഡ് പ്രോബ്ലംസ് വരാം. അതായത് there are 10 boys and 10 girls in second standard. Then what is the total number of students in second standard? Or find out the total number of students in second standard. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ? അങ്ങനെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ 2 നമ്പേഴ്സിന്റെ അഡീഷൻ പഠിച്ചത്. അപ്പൊ ഈ 2.5-ല് ആദ്യത്തെ നിങ്ങൾ ചെയ്തായിരുന്നോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തായിരുന്നു. ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ നോട്ടിലൊന്ന് നോക്കിയേ, എഴുതിയിട്ടുണ്ടോ നോക്കിയേ. ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതൽ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പൊ മിസ് 2ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് തന്നെ നോക്കണേ. ടെക്സ്റ്റിൽ മിസ് വായിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ നോക്കണം. പേജ് നമ്പർ 90, എക്സസൈസ് 2.5, second question. Neeta makes 25 paper hats and Geeta makes 28 paper hats. How many paper hats do the 2 girls make in all? ആരും ടെക്സ്റ്റിൽ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ആരും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാൻ എല്ലാവരും ഒന്ന് നോക്കണേ. Neeta makes 25 paper hats and Geeta makes 28 paper hats. How many paper hats do the 2 girls make in all?
ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാറ്റ്, HAT, ഹാറ്റ്, തൊപ്പി. പേപ്പർ ഹാറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയോ? ഗാന്ധി തൊപ്പി ഉണ്ടാക്കാൻ പേപ്പർ മടക്കിയിട്ട് ഇങ്ങനെ ഗാന്ധിജിയും ചാച്ചായുടെ ഒക്കെ തൊപ്പി ഉണ്ടാക്കാൻ ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ഒരു തൊപ്പി. അങ്ങനെ തൊപ്പി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ 2 കുട്ടികള് പേപ്പർ ഹാറ്റ് ഉണ്ടാക്കുന്നു. അതിൽ നീത എന്ന് പറയുന്ന കുട്ടി 25 എണ്ണം 25 പേപ്പർ ഹാറ്റ്സ് ഉണ്ടാക്കി. ഗീത എന്ന് പറയുന്ന കുട്ടി 28 പേപ്പർ ഹാറ്റ്സ് ഉണ്ടാക്കി. Then how many paper hats do the 2 girls make in all? How many എന്ന് ചോദിച്ചാല് എത്ര എണ്ണം? How many? HOWMANY. How many? How many, how much എന്നൊക്കെ ചോദിച്ചാല് എത്ര എണ്ണം മീനിങ്. അപ്പോ ഈ 2 കുട്ടികളും കൂടി ടോട്ടൽ എത്ര പേപ്പർ ഹാറ്റ് ഉണ്ടാക്കി എന്നാ ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? 25ഉം 28ഉം ആഡ് ചെയ്യാം. ഒന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ നിങ്ങൾ ആൻസർ. റഫ് ആയിട്ടൊന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ. 25 + 28 എത്രയാന്ന് കണ്ടുപിടിച്ചേ. 25 + 28 ചെയ്തോ? അഫ്ല നേരത്തെ ചെയ്തത് ആൻസർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മന്നെ ചെയ്തു. അജിത് ജോസഫ് ചെയ്തു. ഓക്കെ, എല്ലാം ചെയ്തു കഴിഞ്ഞു തോന്നല്ലേ? മിസ് ആൻസർ പറയട്ടെ? ആൻസർ പറയട്ടെ? 50, 50, 53. അപ്പോ ഈ 2 കുട്ടികളും കൂടി എത്ര പേപ്പർ ഹാറ്റ് ഉണ്ടാക്കി? 53 പേപ്പർ ഹാറ്റ് ഉണ്ടാക്കി. അതിന് നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതണ്ടേ ഇതിന്റെ ആൻസർ? എഴുതണ്ടേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ക്വസ്റ്റ്യൻ എഴുതാനുള്ള പ്ലേസ് അവിടെ വിടുക. ക്വസ്റ്റ്യൻ എഴുതാൻ കുറച്ച് സ്ഥലം അവിടെ വിടുക. എന്നിട്ട് മിസ് ആൻസർ പറഞ്ഞുതരാം. മിസ് കാണിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതണ്ട, ക്വസ്റ്റ്യൻ പിന്നെ എഴുതിയാൽ മതി. മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതിയെടുത്തോ, നോട്ടിൽ എഴുതിയെടുത്തോ കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതാം? ഫസ്റ്റ് എന്ത് എഴുതണം? നമ്പർ ഓഫ് പേപ്പർ ഹാറ്റ്സ്. ഇതാരാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? ആരാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? Number of paper hats Neeta made. Number of paper hats Neeta made is equal to എത്രയാ? നീത എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 25. ഇനി number of paper hats Geeta made is equal to
28. Number of paper hats Geeta made is equal to 28. Then total number of paper hats, total number of paper hats is equal to, all of you listen, നിങ്ങൾ എഴുതുന്ന സമയത്ത് നീറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഈക്വൽ സൈൻ ഇല്ലേ, ഈക്വൽ സൈൻ എല്ലാം ഒറ്റ ലൈനിൽ, അതായത് നേരെ നേരെ താഴെ താഴെ വരുന്ന പോലെ എഴുതിയാൽ നിങ്ങളുടെ ആൻസർ കാണാൻ നല്ല നീറ്റ് ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ആൻസർ എഴുതുമ്പോ ഈക്വൽ സൈൻ എല്ലാം നേരെ താഴെ താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എഴുതിയത് കാണാൻ നല്ല നീറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത്. എക്സാമിന് ഒരു ആൻസർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ സൈൻ എല്ലാം നേരെ ഒറ്റ ലൈനിലായിട്ട് വരുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ ഹാറ്റ്സ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് 28. plus 28. That is equal to 53. കഴിഞ്ഞോ? ആൻസർ ഇത്രയേ ഉള്ളൂ? അല്ല, ലാസ്റ്റ് ഒരു സെന്റൻസും കൂടി എഴുതാനുണ്ട്. എന്താ എഴുതാനുള്ളത്? എന്താ എഴുതാനല്ലേ? The total number of paper hats, number of paper hats made by 2 girls is 53. The total number of paper hats made by 2 girls is 53. ഇത്രയും ആയാലാണ് നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എഴുതുക. അതിനുശേഷം എന്താണോ കണ്ടുപിടിക്കണ്ടേ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു സെന്റൻസ് ആക്കിയിട്ട് ആ ആൻസർ എഴുതി വെക്കുക. നിങ്ങൾക്ക് ആവുന്ന പോലെ എഴുതിയാൽ മതി. ഗ്രാമർ മിസ്റ്റേക്ക് കുഴപ്പമില്ല, ബട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കണേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നോക്കണം. ഗ്രാമറിൽ നിങ്ങൾക്ക് എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇതുപോലെ ആൻസർ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എഴുതി കഴിഞ്ഞോ എല്ലാരും? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണേ. സ്ഥലം ഇട്ടിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ എഴുതാൻ. ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെക്കണേ, ഇല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂല. Shehzad, what are you doing there? എന്താ അവിടെ കളിക്കുന്നേ? ആൻസർ എഴുതി കഴിഞ്ഞോ? ബാക്കി എല്ലാരും എഴുതിയല്ലോ. ഷെഹസാദ് എഴുതുന്ന മിസ് കണ്ടിട്ടേ ഇല്ല. മിസ് എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതിയെടുത്ത ഈ ആൻസർ.
തിരക്കൊന്നുമില്ല, മെല്ലെ എഴുതിയെടുത്താൽ മതി, തെറ്റിക്കാതെ മെല്ലെ എഴുതിയെടുത്താൽ മതി. ജയാൻ എന്താ വീഡിയോ ഓഫ് ചെയ്തേ? വീഡിയോ ഓൺ ആക്കിയേ. കുര്യൻ ജോസഫ്, എഴുതി കഴിഞ്ഞ എല്ലാരും? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആരാ മിസ്സിനൊന്ന് വായിച്ചിരുന്നേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജുവൽ മരിയ. ഓക്കെ, ആദ്യ കൈബന്ധിച്ച ജുവൽ മരിയ ഒന്ന് വായിച്ചേ ക്വസ്റ്റ്യൻ എന്താന്ന്. There are 77 sweets in one jar and 23 sweets in another jar. How many sweets are there in all? Okay. ക്വസ്റ്റ്യൻ മനസ്സിലായോ ആർക്കെങ്കിലും? മനസ്സിലായോ? യെസ് ഓർ നോ? മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചേ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്നുള്ളവരെ. അഫ്ലർ, അജിത് ജോസഫ്, അലൻ, അമന്ന. ബാക്കി ആർക്കും മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാ അഫ്ലു ഒന്ന് പറഞ്ഞ മോനെ, എന്താ ക്വസ്റ്റ്യൻ? പറഞ്ഞോ. There are ഒരു ജാറിൽ 77 സ്വീറ്റ്സ്, മറ്റേ ജാറിൽ 23 സ്വീറ്റ്സും. ടോട്ടൽ എത്ര? ടോട്ടൽ എത്ര സ്വീറ്റ്സ് ഉണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് മനസ്സിലായേ? അമന്ന, അജിത്? യെസ്. അപ്പൊ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നേ? നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോ കൊറേ ജാറില് ചോക്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള കാണാറില്ലേ? കൊറേ തരത്തിലുള്ള ചോക്ലേറ്റ്സ് കാണാറില്ലേ? ആ ഭരണീനെ നമ്മൾ ജാർ എന്ന് പറയുന്നത്. ചോക്ലേറ്റ് ഇട്ട് വെക്കുന്ന ആ ചില്ല് ഭരണി ഇല്ലേ, അതിനെയാണ് നമ്മൾ ജാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജാർ, ഒരു ഷോപ്പിൽ നിങ്ങൾ പോയി, ആ ഷോപ്പില് ഒരു ജാറില് 77 സ്വീറ്റ്സ് ഉണ്ട്, 77 ചോക്ലേറ്റ്സ്. വേറൊരു ജാറില് 23 സ്വീറ്റ്സും ഉണ്ട്. അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഈ രണ്ട് ജാറിലും കൂടി ടോട്ടൽ എത്ര സ്വീറ്റ്സ് ഉണ്ട്? ഓക്കെ, in one jar there are 77 sweets and in another jar there are 23 sweets. Then we have to find out the total number of sweets in both jars. ഈ രണ്ട് ജാറിലും കൂടി എത്ര സ്വീറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ എത്ര സ്വീറ്റ്സ് ഉണ്ടെന്ന്. 77 plus 23. റഫായിട്ട് ചെയ്താൽ മതി. ബുക്കിന്റെ പുറകിലോ വേറെ റഫ് പേപ്പറിലോ എവിടെയെങ്കിലും ഒന്ന് ചെയ്തിട്ട് എത്ര സ്വീറ്റ്സ് ടോട്ടൽ ഉണ്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചേ. (77 plus 23). എന്താ ഹന്ന?
ടീച്ചറെ കേൾക്കുന്നില്ല. ഇപ്പൊ ടീച്ചർ കേൾക്കാമോ? പറയുന്നത്. ആ ആ ഓക്കെ. അപ്പൊ റഫായിട്ട് നിങ്ങൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചേ. 77ഉം 23ഉം കണ്ടുപിടിച്ചോ? എത്ര ആൻസർ കിട്ടി? 100. That is 100. 77 plus 23 is equal to 100. അപ്പൊ എന്താ അതിന്റെ ആൻസർ? 2 ജാറിലും കൂടി ടോട്ടൽ 100 സ്വീറ്റ്സ് ഉണ്ട് അല്ലേ? ഇതിന്റെ ആൻസർ എങ്ങനെ നമ്മൾ എഴുതും? നേരത്തെ എഴുതിയ പോലെ എഴുതാം. നോട്ടിൽ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം അവിടെ ഒഴിച്ചു വിടാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം നിങ്ങളുടെ നോട്ടിൽ ഒഴിച്ച് വിട്ടിട്ട് മിസ്സിന്റെ കൂടെ തന്നെ ആൻസർ എഴുതണേ. ഓക്കെ? കൂടുതൽ സമയം എടുക്കല്ലേ. മിസ് എഴുതുമ്പോ മിസ്സിന്റെ കൂടെ തന്നെ എഴുതിക്കോ. നമ്പർ ഓഫ് sweets in one jar is equal to എഴുതുന്നില്ലേ? number of sweets in one jar is equal to 77. Number of sweets in one jar is equal to 77. മിസ് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഈക്വൽ സൈൻ ഒക്കെ ഒറ്റ ലൈനിൽ വരുന്നത് പോലെ തന്നെ എഴുതി ശീലിക്കാം. ഓക്കെ? അല്ലാത്ത രീതിയിൽ എഴുതുന്നതും മിസ് പറഞ്ഞതുപോലെ എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം മിസ് പറഞ്ഞുതരാം. Next, number of sweets in another jar is equal to 23. Then total number of sweets is equal to 77 plus 23 is equal to 100. Then the total number of sweets in both jars is 100. ഇങ്ങനെയായിരിക്കും നിങ്ങൾ സാധാരണ എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഈക്വൽ സൈൻ ഒക്കെ ഒറ്റ ലൈനിൽ വരുന്ന പോലെ എഴുതാം. എങ്ങനെ? ഇതുപോലെ എഴുതുന്നതല്ലേ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നേ. നേരത്തെ എഴുതിയതാണെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതിയതുപോലെ ഉണ്ടാവും. ഏതൊക്കെയാ ആൻസർ എന്നോ ഏതൊക്കെയാ സ്റ്റെപ്സ് എന്നോ ഒന്നും മനസ്സിലാവില്ല. ഇതുപോലെ സ്റ്റെപ്സ് കഴിഞ്ഞ് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഈക്വൽ സൈൻ എഴുതി അതിന്റെ റൈറ്റ് സൈഡിലെ ആൻസർ എഴുതിയാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ആൻസർ മനസ്സിലാവും.
എക്സാമിന് നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതി ശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ കാണാൻ തന്നെ നല്ല നീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ആൻസർ എഴുതുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ എഴുതി ഇപ്പോഴേ എഴുതി ശീലിക്കുക. സ്റ്റെപ്സ് ഒക്കെ ഒരു സൈഡില്, ഈക്വൽ സൈൻ ഒക്കെ ഒറ്റ ലൈനില്, അതിന്റെ ആൻസർ ഒക്കെ തൊട്ട് റൈറ്റ് സൈഡില്. ഇങ്ങനെ തന്നെ എഴുതി ശീലിക്കുക കേട്ടോ. പണ്ടൊക്കെ മിസ്സൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നോട്ടിൽ ഇങ്ങനെ 3 ലൈൻ ഇടും, 2 ലൈൻ ഇടും, 3 കോളം ആക്കിയിട്ട്. ഫസ്റ്റ് കോളത്തില് സ്റ്റെപ്സ് എഴുതും, അതിന് കഴിഞ്ഞിട്ടുള്ള ലൈനിന്റെ മേലെ ഈക്വൽ സൈൻ ഇടും, അത് കഴിഞ്ഞിട്ടുള്ള കോളത്തില് ഈ ആൻസേഴ്സ് ഒക്കെ എഴുതും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു കുഞ്ഞു കോളം കൂടി ഉണ്ടാവും, ആ കോളത്തില് റഫ് വർക്ക് ഒക്കെ ചെയ്യും. ഇങ്ങനെയാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, ആൻസർ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പെട്ടെന്ന് എഴുതി വെച്ചോ. എഴുതുന്നതിനിടയിൽ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത 2 ക്വസ്റ്റ്യൻ 4ഉം 5ഉം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുവോ? 4th ക്വസ്റ്റ്യൻ ആൻഡ് 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങളുടെ നോട്ടില് ക്വസ്റ്റ്യൻ എഴുതുക. അതേപോലെ ഇപ്പൊ മിസ് പറഞ്ഞ ഇതേപോലെ നീറ്റ് ആയിട്ട് അതിന്റെ ആൻസർ എഴുതുക. ഒരു പേജിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. ചെറിയ ബുക്കല്ലേ, അതിൽ ഒരു പേജിൽ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും അങ്ങനെ എഴുതിയാൽ മതി. എല്ലാം കൂടി വലിച്ചു വാരി എഴുതി ബുക്ക് വൃത്തികേടാക്കണ്ട. ഒരു പേജിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ 4ാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആക്കിയോ എല്ലാരും? ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, ഷിഹാസ് എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ഹൈഫ, മിസ് അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, യു ആർ നോട്ട് അലൗഡ് ടു ടേൺ ഓഫ് യുവർ വീഡിയോ ഡ്യൂറിംഗ് ദി ക്ലാസ്. ആരും ക്ലാസ് ടൈമിൽ വീഡിയോ ഓഫ് ചെയ്തിരിക്കണ്ട. നിങ്ങൾ അവിടുന്ന് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് കാണണ്ടേ, അതിനല്ലേ വീഡിയോ ഓൺ ചെയ്യാൻ പറയുന്നേ. അതുകൊണ്ട് ക്ലാസ് ടൈമിൽ ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? പെട്ടെന്നാവട്ടെ. മൂന്ന് മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. കഴിഞ്ഞോ? ഓക്കെ, അത്രയും സമയം മതി. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കേ.
ഏതാ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞേ? പേജ് നമ്പർ 90-ലെ 4th ക്വസ്റ്റ്യനും പേജ് നമ്പർ 91-ലെ 5th ക്വസ്റ്റ്യനും. അത് നല്ലോണം വായിക്കുക. വായിച്ചിട്ട് അതിന്റെ ആൻസർ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണ്ടേ. ആ രണ്ടെണ്ണത്തിന്റെ ആൻസർ മിസ് പറഞ്ഞതുപോലെ നീറ്റ് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.